ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം ശ്ലോകം 3. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണേ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാഭിസ്വകർമ്മഗതി സന്ദരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, അച്ഛൻ്റെ മടിയിൽ സുരുചിയുടെ പുത്രനായ ഉത്തമൻ ഇരിക്കുന്നത് ഒരു ദിവസം സുനീതിയുടെ പുത്രനായ ധ്രുവൻ കാണുകയുണ്ടായി. അവനും അച്ഛൻ്റെ മടിയിൽ കയറി ഇരുന്നാൽ കൊള്ളാം എന്നുള്ള ആശയോടുകൂടി ഇരിക്കാനായിട്ട് ശ്രമിച്ചു. ഇത് കണ്ട് സുരുചി അവനെ വല്ലാതെ അധിക്ഷേപിച്ചു. ഇവിടെ അതിൻ്റെ കൂടെ പറയാണ്, ഭഗവത് ഭക്തി ഇല്ലാത്തവർക്ക് അസൂയ ഉണ്ടാകും. അസൂയ ഉണ്ടാകുക മാത്രമല്ല, അത് വല്ലാതെ വളരുകയും ചെയ്യും. എല്ലാ ദുർഗുണങ്ങളും ഉണ്ടാകും എന്ന് പറയണം. ഇനി ദൂരം, വളരെയധികം. ദുരുക്തി നിഹത, ശകാര വാക്കുകളാൽ. ദുരുക്തി, ഉക്തി വാക്കാണ്. ദുരുക്തി, ശകാര വാക്കുകളാൽ, വളരെയധികം ശകാര വാക്കുകളാൽ. നിഹത, ഇവിടെ മനസ്സ് മുറിക്കപ്പെട്ടവനായിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സുരുചിയുടെ ആ ശകാര വാക്കുകൾ, വളരെയധികം ശകാര വാക്കുകൾ കേട്ടിട്ട് വല്ലാതെ സങ്കടപ്പെട്ടവനായ അവൻ ധ്രുവൻ. ത്വന്മോഹിതി, അങ്ങയാൽ മോഹിക്കപ്പെട്ടവനായിട്ട്. ദാരവശ്യേ, ഭാര്യയ്ക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന. ഇവിടെ ദാരം എന്ന് പറയുന്നത് ഭാര്യയാണ്. ഭാര്യയ്ക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന. പിതരി പശ്യതി, അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കെ. ഇവിടെ സുരുചി തൻ്റെ പുത്രനാണ് ധ്രുവൻ. ആ ധ്രുവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ രാജാവ് ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ, ഇവിടെ മറുപടി ഒന്നും പറയാതെ ഇരുന്നു. ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, ഭഗവാനെ, അങ്ങയാൽ മോഹിക്കപ്പെട്ടവനായിട്ടാണ് ഇവിടെ രാജാവ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയോട് തിരിച്ചൊന്നും പറഞ്ഞില്ല. ഭാര്യയ്ക്ക് അടിമപ്പെട്ട് നിൽക്കുകയാണ് അച്ഛൻ. ആ അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ, മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ, നിജ അംബാം ഗത, തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഗത പോയി. ധ്രുവൻ സുനീതിയുടെ അടുത്തേക്ക് പോയി. വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ അവൻ സുനീതിയുടെ അടുത്തേക്ക് പോയി. സാ അഭി, അവളും, ആ സുനീതിയും, തൻ്റെ മകൻ സങ്കടപ്പെട്ടു വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സുനീതിയും, പുംസാം, മനുഷ്യർക്ക്, സ്വകർമ്മഗതി സന്തരണായ, അവരവരുടെ കർമ്മഗതിയിൽ നിന്ന്, സന്തരണായ, ഇവിടെ കരേറുവാനായിട്ട്. അവരവർ ചെയ്ത കർമ്മഫലങ്ങൾ മുഴുവനും അവരവർ തന്നെ അനുഭവിക്കണം. അപ്പൊ അവരവരുടെ കർമ്മഗതിയിൽ നിന്ന് കരേറുവാനായിട്ട് ശരണം, ശരണമായിരിക്കുന്നത് ത്വത്പാദം, നിന്തിരുപടിയുടെ പാതാരവിന്ദം ഏവ, മാത്രമാണ്. ഇവിടെ ഭഗവാന്റെ പാതാരവിന്ദം തന്നെയാണ്
രക്ഷാസ്ഥാനമായിട്ട് ഇവിടെ ഉള്ളത്, ശരണമായിട്ട് ഉള്ളത് എന്ന് ശിശവേ ശശംസ കുട്ടിയോട് പറഞ്ഞു. അച്ഛൻ ഇവിടെ നിസ്സഹായനായിട്ട് സുരുചി ധ്രുവനെ വഴക്ക് പറഞ്ഞത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു. ഒന്നും മറുപടി പറഞ്ഞില്ല. വളരെയധികം സങ്കടപ്പെട്ട ധ്രുവൻ അവിടെ നിന്ന് അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ നേരെ പോയി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുനീതി ഇവിടെ പറഞ്ഞു കൊടുത്തു. മനുഷ്യർക്ക് അവരവരുടെ കർമ്മങ്ങളുടെ ആ ഗതിയിൽ നിന്ന്, പോക്കിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ആ ദോഷങ്ങളിൽ നിന്ന് കയറിപ്പോരുവാനായിട്ട് ഇവിടെ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക എന്നത് മാത്രമാണ് ഉള്ളത് എന്ന് ധ്രുവന് പറഞ്ഞു കൊടുക്കുകയാണ്. നീതി നിപുണയാണ് ഈ സുനീതി, നന്നായിട്ട് നീതി അറിയാവുന്നതാണ്. നീതി എന്ന് പറഞ്ഞാൽ അത് ആത്മീയ ഗുണവുമാണ്. അപ്പൊ അങ്ങനെയുള്ള സുനീതി ഇവിടെ മകനെ ആശ്വസിപ്പിച്ചു. ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുക, നമ്മൾക്ക് ഭഗവാൻ മാത്രമേ ആശ്രയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.